അസ്സലാമലൈക്കും. തട്ടിക്കൂട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് പത്തനംതിട്ടയുടെ സ്പെഷ്യലായ പുളിച്ചാറാണ്. ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതിന് ഞാൻ എല്ലാ കറികളും ഇതുപോലത്തെ ചാറ് കറികൾ ഇങ്ങനത്തെ മൺചട്ടിയിലാണ് വയ്ക്കാറ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ പുളിച്ചാറിന് വേണ്ടിയിട്ട് കുമ്പളങ്ങയും ചേമ്പും നല്ല ക്യൂബായിട്ട് അരിഞ്ഞ് വെള്ളം ഒഴിച്ച് വേവിക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിൽ കുറച്ച് മുളക് പൊടിയും ഒരിച്ചിരി മല്ലിപ്പൊടി, ഓരോ ചെറിയ ചെറിയ സ്പൂൺ നമ്മുടെ അളവിനനുസരിച്ചിട്ടാൽ മതി. എന്നിട്ട് നല്ലപോലെ അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ഈ പുളിച്ചാറാകുമ്പോൾ നമുക്കൊരിച്ചിരി പുളിയൊക്കെ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം പിന്നെ ഉണക്കമീൻ, അത് ഏതാണെങ്കിലും കുഴപ്പമില്ല, അതങ്ങിടണേ. എന്നിട്ട് അടച്ചു വെച്ച് നല്ല വെന്ത് വരുമ്പോൾ അതിൽ വെള്ളമൊക്കെ ഇച്ചിരി പറ്റി നമ്മളുടെ കഷ്ണങ്ങളൊക്കെ ഇച്ചിരി ഒരു പകുതി വേവാകുമ്പോൾ അതിലോട്ട് വഴുതനങ്ങ ഇടണം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നല്ലപോലെ പിഴിഞ്ഞ് അതിലോട്ട് ഒഴിക്കണം. നമ്മുടെ പുളിച്ചാറിന് പുളി വേണമല്ലോ, ഉണക്കമീൻ്റെ പുളി മാത്രം പറ്റത്തില്ല. അപ്പോൾ കുറച്ച് പുളിയുടെ ആവശ്യമുണ്ട്. എന്നിട്ട് നല്ലപോലെ അതൊന്ന് ഇളക്കി ഒന്നുകൂടെ വേവിക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട്, ഉപ്പ് നോക്കിയേക്കണേ. അപ്പം എന്നിട്ട് നമുക്ക് താളിക്കാം. അതിന് ചട്ടി വെച്ച് കടുകും ഉലുവയും ചെറിയ ഉള്ളിയും കറിവേപ്പില ഇടുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഗ്യാസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 അല്ലി വെളുത്തുള്ളി വേണമെങ്കിൽ ചതച്ചിട്ട് വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ തൽക്കാലം അതില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. നല്ലപോലെ മൂപ്പിച്ചെടുത്ത് അതിനകത്തും ഒരിച്ചിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടിയിട്ട് ഒന്നും കൂടെ അതൊന്ന് മൂത്ത് വരുമ്പോൾ അത് നമുക്ക് നമ്മുടെ കളികളോട്ട് ഒഴിക്കാം. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ, ഭയങ്കര അപാര ടേസ്റ്റ് ആയിരുന്നേ. എന്നിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മുടെ കറിയിലോട്ട് ഒഴിക്കുക, നല്ല പോലെ അങ്ങോട്ട് ഇളക്കുക. ആഹാ, എന്താ കാണാൻ ഭംഗി, രുചി ഭയങ്കര കേട്ടോ. എല്ലാവരും വെച്ചിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ.